നമ്മൾ ആദ്യം പോകുന്നത് കലോത്സവ വേദിയിലേക്കാണ്, അനന്തപുരത്തിലേക്കാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ടീം റിപ്പോർട്ടർ തത്സമയം ചേരും. അവിടെയെല്ലാം ഒരുക്കങ്ങൾ പൂർണ്ണ. കൗമാര കലോത്സവത്തിന്റെ 4ാം ദിവസം പകൽ പകുതി പിന്നിടുമ്പോൾ വിദ്യാർത്ഥികളുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. നോക്കൂ, അന്തരീക്ഷത്തിലെ ചൂടിനും ഒട്ടും കുറവില്ല. ഈ ചൂടിലും തളരാതെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മിടുക്കരായ കലാകാരന്മാരിലേക്കാണ് ഈ വൈകുന്നേരം റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ചടുലമായ താളബോധമുള്ള കലാപ്രകടനങ്ങൾ നമ്മൾ ഈ വേദിയിൽ അരങ്ങേറും. വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ്. അല്ല, ഞാനിതില് വെറുതെ നടന്നു പോയതാ. അപ്പൊ ഈ പിള്ളേർക്കൊരാഗ്രഹം, ഇവരുടെ മണവാളിന് അത്ര മൊഞ്ചില്ല. ഇത് വട്ടപ്പാട്ട് കലാകാരന്മാരാണെന്ന് മനസ്സിലായി. വട്ടപ്പാട്ടിന് സാധാരണ നമുക്കൊരു പുതുമണവാളൻ ഉണ്ടാവും. ആ പുതുമണവാളൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. ഇവര് ചോദിക്കുന്നത്, ചേട്ടാ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ വരാവോ, മനമര ക്രിസന്റ് സ്കൂളിലാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു, കാണുമ്പോ ഈ ചെറുപ്പമൊക്കെ തോന്നുന്നു, ഇച്ചിരി പ്രായമൊക്കെ ഉണ്ടെന്ന്. ശരി, അപ്പൊ വട്ടപ്പാട്ടിന് റഷീദ് മണവാളനായി മാറിയ കാഴ്ചയാണ്. പക്ഷെ ഇവിടെ ബാക്കി ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയത്തില്ല. ഒറിജിനൽ മണവാളനെ പൊക്കേണ്ടി വരും. ഒറിജിനൽ മണവാളനെ നമുക്ക് നിന്നെക്കാൾ ഗ്ലാമർ എനിക്ക് തന്നെയല്ലേ? അത് നീ സംഭവിച്ചിട്ടല്ലേ? നിന്നെക്കാൾ ഗ്ലാമർ എനിക്ക് തന്നെയല്ലേ? മണവാളനായി നിൽക്കാൻ ഞാനല്ലേ കുറച്ചുകൂടെ ഗ്ലാമർ? ഞാൻ തന്നെയാ. സത്യം പറ മോനെ, അതായത് എന്ത് പറഞ്ഞിട്ടാ ഈ തൊപ്പി അടിച്ചെടുത്തത് റഷീദ്? അല്ല, അവൻ പറഞ്ഞ അവനാ ഗ്ലാമർ, ഞാനല്ലാന്ന്. അല്ല, ഈ വട്ടപ്പാട്ട് എങ്ങനെയുണ്ട്? വട്ടപ്പാട്ട് നല്ല മത്സരം ഉണ്ടായിരുന്നു. നമ്മളെ മുനീർ സാറിന് തന്നെ 3 ടീം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് കളിച്ച്. എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഈ 4ാമത്തെ ദിവസം ആകുമ്പോ ആവേശം എങ്ങനെ തോന്നുന്നു മൊത്തത്തിൽ? നല്ല ആവേശം ഉണ്ടായിരുന്നു. നമ്മളെ സ്കൂളിൽ നിന്ന് തന്നെ ഒപ്പന, ഡ്രാമ, അർബന വിട്ട് അങ്ങനെ കുറെ ഐറ്റത്തിന് വന്നിട്ട് എല്ലാത്തിനും എങ്ങനെയായിട്ട് കിട്ടി. കുപ്പായൊക്കെ ഭയങ്കര കളർഫുൾ ആണല്ലോ. മൊത്തത്തിൽ ഇവിടെ കളർഫുൾ ആണോ കാര്യങ്ങൾ? ഇവനെ ഈ തൊപ്പി ഉള്ളതുകൊണ്ട് തലമുടി ഒന്നും ചീവിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അത് കണ്ടാകെ തൊപ്പി നമുക്ക് തിരിച്ചു വെച്ചു കൊടുക്കാം അല്ലേ? അടിപൊളി മൊഞ്ചനാണല്ലോ. കൂടുതൽ മൊഞ്ചൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ. തുടങ്ങ്. പേശാനായി മികവുറ്റ അപ്പങ്ങളുമാ, ഒപ്പം വടകളുമാ, ചിപ്പം വടകളുമാ. ജോറിലിടിക്ക് നിരത്തി പൊരിച്ച് ചിട്ടയിൽ തട്ടുകൾ എത്തി നിറച്ച് രസിച്ചിടുമില്ലയടാ അരിയടയ, നെയ്യിൻ പൊരിയടയ, ഏറേരിയടയ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? പൊളി, അടിപൊളി അടിപൊളി, ഉഷാറാണല്ലോ. ഇത് ഞാൻ ചോദിക്കട്ടെ, എത്ര കാലത്തെ പരിശീലനം ഉണ്ട് ഇങ്ങനെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട്? സ്കൂളിൽ ജൂൺ മാസം തൊട്ട്. അതായത് ജൂൺ മാസം തൊട്ട് ഇവർക്ക് പഠിത്തമില്ല എന്നാണ്, അതാണ് പറയാൻ വന്നത്. ഇവര് ഇതേന്ന് പറഞ്ഞ് എല്ലാ മാഷുമാരും വരുമ്പം ഞങ്ങൾക്ക് പരിശീലനം ഉണ്ടേ, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ പഠിക്കുന്ന കാലത്തൊക്കെ സ്ഥിരം നമ്പർ ബാഗ് അങ്ങ് പരിശീലനത്തിന്റെ റൂമിൽ വെച്ച് അല്ലേ? സെയിം പരിപാടി. നമ്മള് മാറിയിട്ട് പിള്ളേരും മാറിയിട്ടില്ല. അതെ, സ്കൂൾ കാലത്തിന്റെ ഒരു രസം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു ഉഷാർ കുറവുണ്ടോ? വട്ടപ്പാട്ട് കളിച്ച് ഇല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഈ കലോത്സവത്തിന് വരുമ്പോ ശരിക്കും ഒരുപാട് ഓർമ്മകളല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്? ഏറ്റവും നല്ല ഓർമ്മ എന്താ? പല പല ഓർമ്മകളും ഒന്നും പറയാൻ കിട്ടുന്നില്ല, എല്ലാം വാക്കുകൾ കിട്ടുന്നില്ല. അതെന്താ വാക്കുകൾ കിട്ടാത്ത? അത്ര വലിയ ഓർമ്മ ഉണ്ടായോ? കുറെ ഓർമ്മകളുണ്ട്, ഒന്നും വർണ്ണിക്കാൻ കഴിയുന്നില്ല. അത്രക്ക് നല്ല ഓർമ്മകൾ. ആദ്യ തവണ അതാണ് വട്ടപ്പാട്ട് പിള്ളേരുടെ ഒരു ഓർമ്മ, വിശേഷങ്ങളൊക്കെ അവർക്ക് ഒരുപാട് കിട്ടും.